പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് കടക്കണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BA എക്കണോമിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ 4th സെമസ്റ്ററിലെ കോർ പേപ്പറായിട്ടുള്ള മാക്രോ എക്കണോമിക്സ്, അതിലെ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമാണ് നമ്മൾ പറയുന്നത്. ഇനി മൊഡ്യൂൾ 4 ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി. നമ്മൾ മൊഡ്യൂൾ 3ൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. മോണിറ്ററി പോളിസി എന്താണ്, ഫിസിക്കൽ പോളിസി എന്താണ്. മോണിറ്ററി പോളിസി പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് മണി സപ്ലൈയും ഇൻട്രസ്റ്റ് റേറ്റും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി എടുക്കുന്ന പോളിസിയാണെന്ന് പറയുന്നത് മോണിറ്ററി പോളിസി. ഫിസിക്കൽ പോളിസി എന്ന് പറയാൻ ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. അത് സ്പെൻഡിങ്ങിലും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിലും ടാക്സ് റേറ്റിലും അത് എടുക്കുന്ന ഗവൺമെൻറ് പോളിസികളാണ്. ഇനി മോണിറ്ററി പോളിസിയിലെ ഒരു ഇൻസ്ട്രുമെൻ്റാണ് CRR. അടുത്ത CRR, ദ പെർസെൻറ്റേജ് ഓഫ് ബാങ്ക്സ് ടോട്ടൽ ഡെപ്പോസിറ്റ് ദാറ്റ് മസ്റ്റ് ബി ഹെൽഡ് ഇൻ റിസർവ് ആൻഡ് നോട്ട് ലെൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ വരുന്ന ഡെപ്പോസിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്ത് ചെയ്യണം, അവർ റിസർവ് ആയിട്ട് സൂക്ഷിക്കണം. അത് നമുക്ക് വേറെക്ക് കടമായിട്ട് ലെൻഡ് ചെയ്യാൻ പറ്റില്ല. ആ എത്ര ശതമാനമാണോ റിസർവ് ആയിട്ട് സൂക്ഷിക്കേണ്ടത് അതിൻ്റെ പെർസെൻറ്റേജിന് എന്ത് പറയാം, CRR എന്ന് പറയാം. അടുത്ത ബാങ്ക് റേറ്റ്, ദ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് എ നാഷണൽ സെൻട്രൽ ബാങ്ക് ലെൻഡ്സ് മണി ടു ഡൊമസ്റ്റിക് ബാങ്ക്. സെൻട്രൽ ബാങ്ക് ഡൊമസ്റ്റിക് ബാങ്കിന് കൊടുക്കുന്ന ലെൻഡ് ചെയ്യുന്ന പണത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിന് എന്ത് പറയാം, ബാങ്ക് റേറ്റ് എന്ന് പറയാം. അടുത്ത് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ലെൻഡ്സ് മണി ടു കൊമേഴ്ഷ്യൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന പണത്തിൻ്റെ റേറ്റിന് എന്ന് പറയാം, റിപ്പോ റേറ്റ് എന്ന് പറയാം. ഓക്കെ, വൈൽ റിവേഴ്സ് റിപ്പോ റേറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് സെൻട്രൽ ബാങ്ക് ബോറോ മണി ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുന്ന പണത്തിൻ്റെ റേറ്റിന് എന്ന് പറയാം, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയാം. ഓക്കെ, അടുത്ത ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ആക്ടിവിറ്റീസ് ബൈ സെൻട്രൽ ബാങ്ക് ടു ബൈ ഓർ സെൽ ഗവൺമെൻറ് ബോണ്ട് ഓൺ ദ ഓപ്പൺ മാർക്കറ്റ് ടു റെഗുലേറ്റ് മണി സപ്ലൈ. മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യാണ്, ഗവൺമെൻറ്റിൻ്റെ ബോണ്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് ആക്ടിവിറ്റി എന്ന് പറയാം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയാം. ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്, എ മോണിറ്ററി പോളിസി വെറിൻ സെൻട്രൽ ബാങ്ക് ബൈ സെക്യൂരിറ്റി ഇൻ ഓർഡർ ടു ഇൻക്രീസ് മണി സപ്ലൈ ആൻഡ് എൻകറേജ് ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യാണ്, സെക്യൂരിറ്റി വാങ്ങുക എന്ന മോണിറ്ററി പോളിസിയുടെ ഭാഗമായി ഇൻ ഓർഡർ ടു ഇൻക്രീസ് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് എൻകറേജ് ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിനാണ് ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് എന്ന് പറയാം. ഇതോടുകൂടി 4ാമത്തെ മൊഡ്യൂളും അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.